മുണ്ടയാമ്പറമ്പ് മേടത്തറ മഹോത്സവം ഏപ്രിൽ 26, 27, 8 തീയതികളിൽ. ഇരിട്ടി ഉച്ചരിഞ്ഞാൽ ഉച്ചരിക്കാൻ പാടില്ലാത്ത ദേശമെന്ന് പുകൾപെറ്റ മുണ്ടയാമ്പറമ്പ് ശ്രീ തറക്കുമീത്തൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രശസ്തമായ മേടത്തറ മഹോത്സവം 2025 ഏപ്രിൽ 26, 27, 28 കൊല്ലവർഷം 1199 മേടം 13, 14, 15 തീയതികളിൽ ആചാരപൂർവ്വം കൊണ്ടാടുകയാണ്. ആറളം എടവന കലശ സ്ഥാനത്ത് നിന്നും ഭഗവതിയുടെ വാൾ എഴുന്നള്ളിക്കുന്നതോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത്. ഉത്സവാരംഭമായ ഏപ്രിൽ 26 ശനിയാഴ്ച രാവിലെ 4 മണിക്ക് ഉഷപൂജ, 6 മണിക്ക് ഗണപതി വാഹനം, രാവിലെ 9 മണി മുതൽ കലശപൂജ, ഉച്ചയ്ക്ക് 12 മണിക്ക് ഉച്ചപൂജ, വൈകുന്നേരം 3 മണിക്ക് തിരുവാഭരണം ചാർത്തൽ, 6:30 ദീപാരാധന, രാത്രി 9 മണിക്ക് നിവേദ്യങ്ങൾ. മേടത്തിറ പ്രധാനമായ ഏപ്രിൽ 27 ഞായറാഴ്ച പുലർച്ചെ 3 മണിക്ക് അറലിവാൻ തെയ്യം, രാവിലെ 8 മണിക്ക് പെരുമ്പേശൻ തെയ്യം, ഉച്ചയ്ക്ക് 1 മണിക്ക് വിവിധ ദേശക്കാർ പങ്കെടുക്കുന്ന കുണ്ടുംകരയൂട്ട്. ഈ ഉത്സവത്തിന്റെ ഒരു പ്രധാന ചടങ്ങാണ് കുണ്ടുംകരയൂട്ട്. വൈകുന്നേരം 5 മണിക്ക് വലിയ തമ്പുരാട്ടിത്തിറ, തുടർന്ന് രാപ്പോതിയോർ, ഓലേപ്പോതിയോർ, ഇവരുടെ മക്കൾ എന്നിങ്ങനെ വിവിധ തിറ അടിയന്തരങ്ങൾ. സമാപന ദിവസമായ ഏപ്രിൽ 28 തിങ്കളാഴ്ച പുലർച്ചെ 4 മണിക്ക് കുളിച്ചെഴുന്നള്ളത്ത്. രാവിലെ 9 മണി മുതൽ ചെറിയ തമ്പുരാട്ടി തെറിയോടുകൂടി ഉത്സവം സമാപിക്കുന്നു. ഭഗവതിയുടെ ഓമന കല്യാണം എന്നാണ് മേടത്തിറ മഹോത്സവം പരമ്പരാഗതമായി അറിയപ്പെടുന്നത്. ദേവാസുര യുദ്ധസങ്കല്പവുമായി ബന്ധപ്പെട്ടതാണ് മേടത്തിറ ഉത്സവമെന്ന് വിശ്വാസം. കുണ്ടും കരയൂട്ടും ഇതിന്റെ ഭാഗമാണെന്നാണ് മറ്റൊരു വിശ്വാസം. ദേവാസുര യുദ്ധത്തിൽ വിജയിച്ച ഭഗവതി തന്റെ കൂടെയുള്ള ദേവഗണങ്ങൾക്ക് ഭക്ഷണം ഊട്ടുന്നു എന്നാണ് കുണ്ടുംകരയൂട്ടിന്റെ സങ്കല്പം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മുണ്ടയാമ്പറമ്പ് മേടത്തിറ വടക്കേ മലബാർ എമ്പാടിലും പ്രശസ്തമാണ്. പ്രകൃതി അറിഞ്ഞനുഗ്രഹിച്ച പ്രദേശമാണ് മുണ്ടയാമ്പറമ്പ്. നിരവധി ഹരിതാഭമായ കാവുകൾ ക്ഷേത്രത്തിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൽ താഴേക്കാവിലാണ് ഭക്തർ കോഴിയെ സമർപ്പിക്കുന്നത്. താഴേക്കാവിലെ പ്രധാന ചടങ്ങ് കാവിൽ കലശമാണ്. ഇവിടെ നടത്തുന്ന മറികൊത്തൽ ചടങ്ങ് സർവ്വ വിഘ്നങ്ങൾക്കും പരിഹാരമെന്ന് വിശ്വസിക്കുന്നു. ആചാര വൈവിധ്യമാണ് ഈ ക്ഷേത്രത്തെ മറ്റ് ദേവീ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഉത്തമ കർമ്മവും മധ്യമ കർമ്മവുമുള്ള ക്ഷേത്രമാണിത്. ഇവിടെ ദേവിയെ വലിയ ഭഗവതി എന്നും ചെറിയ ഭഗവതി എന്നും ആരാധിക്കുന്നു. ദേവിയുടെ തറക്കുമീത്തൽ സ്ഥാനത്തിനാണ് പ്രാധാന്യം. മേലേക്കാവാണ് തറക്കുമീത്തൽ സ്ഥാനം. തെയ്യങ്ങൾക്ക് അകമ്പടിയായി ചെണ്ട ഉപയോഗിക്കാത്ത അപൂർവം ക്ഷേത്രങ്ങൾ ഒന്നാണിത്. പണ്ട് കാലത്ത് ഉച്ച കഴിഞ്ഞാൽ ദേവിയുടെ നാമം ഉച്ചരിക്കാൻ പാടില്ലാത്ത സ്ഥലമായിരുന്നു ഇത്, അഥവാ മിണ്ടാപ്പറമ്പ് എന്നതായിരുന്നു. കാലാന്തരത്തിൽ അത് മുണ്ടയാമ്പറമ്പ് എന്നായി മാറിയെന്നാണ് വിശ്വാസം. ദേവാസുര യുദ്ധത്തിൽ ചണ്ടമുണ്ടന്മാരെ ദേവി നിഗ്രഹിച്ച സ്ഥലമായതിനാലാണ് മുണ്ടയാമ്പറമ്പ് എന്ന് പേരുണ്ടായതെന്ന ഒരു വിശ്വാസം കൂടിയുണ്ട്. മണ്ഡലകാലത്തും ഉത്സവകാലങ്ങളിലും തുലാപ്പത്തിനും നവീകരണ കലശ ദിനത്തിനും ഒഴികെ സംക്രമ ദിവസങ്ങളിൽ മാത്രമാണ് ക്ഷേത്രത്തിൽ നട തുറക്കുന്നത്. താഴേക്കാവിൽ എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കലശം ഉണ്ടാകാറുണ്ട്. ആചാര്യ വൈദ്യം കൊണ്ടും ഐതിഹ്യ പെരുമ കൊണ്ടും പ്രശസ്തമായ ഈ ക്ഷേത്രം ഇരിട്ടി നഗരത്തിൽ നിന്നും 10 കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്നലെയും ഇന്നും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. മഹോത്സവത്തിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 3 ദിവസമായിട്ട് മേടത്തിറ മഹോത്സവം എന്ന് പറയുന്നത് ഭഗവതിയുടെ ഓമന കല്യാണം എന്നറിയപ്പെടുന്ന ഉത്സവമാണ്. വളരെ ദൂരദേശങ്ങളിൽ നിന്ന് വരെ ഇവിടെ ആൾക്കാർ ഇവിടെ എത്തിപ്പെടുന്നു. അതായത്
തലശ്ശേരിക്കപ്പുറമുള്ള വടകര, മാഹി, പള്ളൂർ എന്നിങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഇവിടെ ഭക്തജനങ്ങൾ 2 ദിവസമായിട്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഒരു ദിവസവും കൂടെ ഇവിടുത്തെ ഉത്സവം വളരെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് നടക്കുകയാണ്. വലിയ തമ്പുരാട്ടി തിറ എന്ന് പറയുന്ന വലിയ തെയ്യത്തോടു കൂടിയാണ് ഇന്ന് വൈകുന്നേരം വലിയ തെയ്യം ഇവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം മറ്റ് ക്ഷേത്ര തിറ അടിയന്തരങ്ങളൊക്കെ നാളെ രാവിലെയും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് കാഴ്ചകളിലേക്ക് പോകാം. ഇപ്പം തെയ്യത്തിൻ്റെ തിറയുടെ സമയമാണ്. ഇപ്പം മുണ്ടയാംപറമ്പ് ക്ഷേത്രത്തിലെ തെയ്യം അടുത്ത കാഴ്ചകളിലേക്ക് നമുക്ക് നീങ്ങാം. നമസ്കാരമുണ്ടോ? നമ്മളൊരു വാർത്താ ചാനലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരമാണ് വലിയ തമ്പുരാട്ടി തിറ ഇറങ്ങുന്നത് അല്ലേ? അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട തെയ്യം എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയൊക്കെ നാളെയാണ്. അപ്പോൾ ഇവിടെ തന്നെയാണോ? അതെ, മുണ്ടയാംപറമ്പ് പ്രദേശത്ത് തന്നെയാണ്. ഇവിടുത്തെ കാര്യക്കാരനാണ്. ഞങ്ങളിവിടെ ഒന്ന് പരിചയപ്പെട്ടോട്ടെ. ഇവിടെ നിങ്ങളൊക്കെ വന്നിട്ടുള്ളത് തലശ്ശേരി തന്നെയാണോ അതോ തലശ്ശേരി ടൗണിനടുത്ത് തന്നെയാണ്? എല്ലാ വർഷവും ഇവിടെ വരാറുണ്ടോ? ആദ്യമായിട്ടാണ് വരുന്നത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ മുണ്ടയാംപറമ്പിലെ ഭഗവതിയെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്താണ്? സന്തോഷമാണ്. മനസ്സ് നിറഞ്ഞു. അപ്പോൾ തൊഴാനൊക്കെ നല്ല രീതിയിൽ പറ്റി. സ്വന്തം വാഹനം കൊണ്ടാണോ വന്നത്? വണ്ടിയല്ലാതെ കുറേ ആൾക്കാർ കൂടിയിട്ടാണ് വന്നത്. മലബാർ ന്യൂസ് ഇപ്പം കിട്ടിയല്ലോ, വേണ്ടി കിട്ടിയാലോ? മലബാർ ന്യൂസ് പാടില്ല. അടുത്ത നക്ഷത്രം പേരും പറയാം. വിളിക്കാം. അവിടെ ജയിച്ചാൽ അത് ഇത്ര നടക്കാൻ പറ്റും. മുണ്ടയാംപറമ്പ് ക്ഷേത്രത്തിലെ മേടത്തിറ മഹോത്സവത്തിന്റെ നമുക്കറിയാം, ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു ഉത്സവം കൂടിയാണ്. കോഴിക്കോട് മുതൽ ഇങ്ങോട്ടേക്കുള്ള വടകര, നാദാപുരം, തലശ്ശേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. 3 ദിവസങ്ങളായിട്ട് നടക്കുന്ന ഈ ഒരു ഉത്സവം, ഈ മുണ്ടയാംപറമ്പിൻ്റെ ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കോഴിയാണ് പ്രധാന നേർച്ചയായിട്ട് കാണുകയാണ്. അതുപോലെ മദ്യവും നേർച്ചയായിട്ട് ഉള്ളത്. അപ്പോൾ അത് ഭക്തിയോടെ വന്ന് താഴെ കാവിൽ കോഴിയെടുത്ത് നേർച്ച നടത്തി അതിനുശേഷം വന്ന് ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ച് തിരിച്ച് ക്ഷേത്രത്തിൽ പോയി തൊഴുത് പോകുന്ന ഒരു സാഹചര്യമാണ്. ആയിരക്കണക്കിന് ആളുകൾ വരുന്നത് കൊണ്ട് തന്നെ വാഹന ഗതാഗതം ബുദ്ധിമുട്ട് സാധാരണയായി നേരിടാറുണ്ട്. പക്ഷേ അത് പോലീസ് കർശനമായി പ്രവർത്തിച്ച് മുണ്ടയാംപറമ്പ് ടൗണിലും അതുപോലെ തന്നെ കമ്പനികൾക്ക് മാത്രം വന്ന ആളുകളെ ഇറക്കി വിട്ട് വൺവേ സംവിധാനം ആക്കിയതുകൊണ്ട് തന്നെ ഗതാഗതം വലിയ ബുദ്ധിമുട്ടില്ലാതെ നടന്നു പോകുന്നുണ്ട്. ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ തിരുവാങ്കൂറിൽ നിന്ന് ഇവിടെ വരുന്ന കാലത്ത് വളരെ കുറഞ്ഞൊരാളുകൾ മാത്രമേ ഇങ്ങനെയുള്ള ഉത്സവത്തിലെ പരിപാടികളിൽ പങ്കെടുത്തിരുന്നുള്ളൂ. ഞങ്ങളൊക്കെ വീട്ടിൽ നിന്നെല്ലാം കോഴിയെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ ഇവിടുന്ന് അറുത്ത് കൊണ്ടുപോകായിരുന്നു. അന്നൊക്കെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഇന്ന് അതേ സ്ഥാനത്ത് ലക്ഷക്കണക്കിന് ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ ഈ അടുത്ത നാടുകളിൽ വളരെ അകലെയുള്ള ആളുകൾ വടകര, കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം വന്നിട്ട് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അതെല്ലാം അമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടി ഓരോ വർഷവും വരുന്നവർ വീണ്ടും ഇവിടെ വരുന്നു. അതേതായാലും ഇവിടെ വന്നിട്ട് ഈ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ആളുകൾക്ക് ഇവിടെ വരാൻ സാധിക്കുന്നതും കൂടുതൽ ആളുകൾ എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയാനുള്ളത്.
വടക്കേ മലബാറിലെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള മുണ്ടയാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ മേടത്തറ മഹോത്സവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ 2 ദിവസമായിട്ട് വളരെ അപൂർവമായിട്ടുള്ള ജനത്തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഭക്തജനങ്ങളെല്ലാവരും വളരെ ഭക്തി ആദരപൂർവ്വം മുണ്ടയാമ്പറമ്പിലമ്മയ്ക്ക് കോഴി അറുത്തുകൊണ്ട് പിന്നെ അവരുടെ അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭക്ഷണം വെച്ച് കഴിച്ച് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് വളരെ വലിയ ഭീമാകരമായിട്ടുള്ളൊരു ജനത്തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. റോഡിന് ഇരുവശത്തും വളരെയധികം സ്ട്രോങ് ആയിട്ട് പോലീസുകാരടക്കമുള്ള ആളുകൾ വളരെ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. മേടത്തിലെ പ്രധാനപ്പെട്ട ഉത്സവമാണ് 3 ദിവസം. കണ്ണൂർ ജില്ലയിൽ കൊടകര, കോഴിക്കോട്, കാസർഗോഡ് ആൾക്കാരാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉത്സവമാണ്. പണ്ട് കാലത്ത് ഉച്ചയേരി ഞാൻ പറയാത്ത സ്ഥലം ഞാൻ പറയുന്നത്. ഇപ്പോഴാണ് മുണ്ടയാമ്പറമ്പ്. നമ്മുടെ താഴേക്കാവിലെ ചടങ്ങ് ഏറ്റവും പ്രധാനപ്പെട്ടത് കോഴിയറവാണ്. താഴേക്കാവിൽ ഇപ്പം നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ടത് തെയ്യമാണ്. അതെ, 3 ദിവസങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന തെയ്യം. ഈ വർഷത്തെ മേടത്തറ മഹോത്സവം ഇന്നലെ മുതൽ, അതായത് ഏപ്രിൽ 26, 27, 28 തീയതികളിലായിട്ട് നടന്നു വരുന്നത്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കോഴിയറവ് കലശം, അതാണ് ഇന്നത്തെ പ്രധാനം ഈ ദിവസത്തെ. അപ്പോൾ അതുപോലെ തന്നെ വൈകുന്നേരം വലിയ തമ്പുരാട്ടി തറ, അത് 5 മണിയോടുകൂടി ഇറങ്ങും. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്ക് ആണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിങ്ങനെ ആ തിരക്ക് അങ്ങനെ തുറന്നു പോവാണ്. അങ്ങനെ ഒരു നമ്മൾ മുണ്ടയാമ്പറമ്പ് ക്ഷേത്ര മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ അമ്പാടിയുടെ അനിയത്തിക്കട എന്ന് പറയുന്ന നമ്മുടെ കൊച്ചു മക്കളുടെ കുഞ്ഞു സംരംഭത്തിലാണ്. അത് കഴിഞ്ഞ ദിവസം മലയോര എക്സ്പ്രസ്സും അതുപോലെ തന്നെ മലബാർ മീഡിയ ന്യൂസും നമ്മൾ പുറത്തു വിട്ടിരുന്നു. നമ്മുടെ കുഞ്ഞു മക്കളുടെ, അതായത് 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളുടെ കുഞ്ഞു സംരംഭമായിട്ടുള്ള അമ്പാടിയുടെ അനിയത്തിക്കട. അത് നമ്മളാണ് ആദ്യമായിട്ട് ആ മക്കളുടെ കടയെക്കുറിച്ചും അവരുണ്ടാക്കുന്ന സംരംഭങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പുറം ലോകത്തിന് കാണിച്ചു കൊടുത്തത്. ദൈവാനുഗ്രഹത്താൽ, ഭഗവതിയുടെ അനുഗ്രഹത്താൽ ആ കുട്ടികൾ ഇന്നിവിടെ കച്ചവടം നടത്തി അവരുടെ വീട്ടുകാര്യങ്ങളും അതുപോലെ തന്നെ അവർക്ക് സ്കൂളിൽ പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്കൂൾ ബാഗുകളൊക്കെ മേടിക്കുന്നതിനുള്ള സ്വയം പണവും കാര്യങ്ങളും സ്വയം തൊഴിലിലൂടെ കണ്ടെത്തുകയാണ്. നമുക്ക് അവരിലേക്കൊന്ന് പോകാം. ഹായ്, അമ്പാടി ഇങ്ങോട്ട് വന്നേ. എത്ര ദിവസമായി കച്ചവടം? ഇന്നലെ. കച്ചവടമൊക്കെ ഉണ്ടോ? ആൾക്കാർ വാങ്ങുന്നുണ്ട്, എല്ലാവരും വാങ്ങുന്നുണ്ട്, നല്ല സപ്പോർട്ടുണ്ട്. ഇവരൊക്കെ എല്ലാവരും ഇങ്ങനെ മാറി മാറിയെന്ന് വന്നേ. അനിയത്തി ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് പോവാ. രാവിലെ വന്നോ? കച്ചവടമൊക്കെ ഉണ്ടോ? എത്ര രൂപയൊക്കെയാണ്? ഓരോന്നിനും എത്ര രൂപയാണെന്ന് പറഞ്ഞ്. സെറ്റിന് 100 രൂപ, ഹെയർ ബാൻഡും ക്ലിപ്പും 70 രൂപയാണ്. 60 രൂപ. 50 രൂപ. കുറേ ആൾക്കാർ മേടിച്ചോ? എല്ലാവരും നല്ല സപ്പോർട്ടാണ്. കുറേ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നല്ലോ അല്ലേ? സാറിൻ്റെ പേരെന്താണ്? ജെയ്സൺ. സാറ് ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. മുമ്പ് കൊട്ടിയൂർ PHCയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടുത്തെ ഉത്സവങ്ങളൊക്കെ മേൽനോട്ടം വഹിച്ച ഒരു അനുഭവ സമ്പത്തും ഉണ്ട്. ഇവിടെ നമ്മുടെ ഈ 3 ദിവസത്തെ ഉത്സവത്തെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, വളരെ ഇന്ന് രാവിലെ തൊട്ട് നല്ല രീതിയിലുള്ള തിരക്ക് ആയതുകൊണ്ടുണ്ട്. വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി ഉള്ള നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ രീതിയിലുള്ള എല്ലാ പ്രവർത്തനവും ഞങ്ങൾ നേരത്തെ ആസൂത്രിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഹരിപ്പാട്ട് PHCയിൽ സ്റ്റാഫ് നേഴ്സ് അടക്കം ഞങ്ങളുടെ ആരോഗ്യ ഉദ്യോഗസ്ഥർ 10ഓളം പേർ ഇവിടെ ഈ ഹെൽത്ത് കൗണ്ടറിൽ സേവനത്തിനായിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ മറ്റ് നമ്മുടെ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഞങ്ങൾ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഞാനും ഹെൽത്ത് ഇൻസ്പെക്ടറും കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് വിലയിരുത്തുകയും നമ്മളിതിലെ 2 മീറ്റിങ്ങുകൾ നടക്കുകയുണ്ടായി. അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതെല്ലാം കൃത്യമായി പരിപാലിക്കുന്നുണ്ടെന്നുള്ളത് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്.
എവിടെ നിന്നാണ് വരുന്നത്? തലശ്ശേരി. കൊന്യം തലശ്ശേരി. നമ്മളിതാ വിവിധ ദേശങ്ങളിൽ നിന്ന് വന്നവരെയൊക്കെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത്. കൂത്തുപറമ്പ് കണ്ടു, വേങ്ങാട് കണ്ടു, കണ്ണൂർ കണ്ടു, ഇപ്പോൾ കൊന്യം അല്ലേ? എല്ലാ കൊന്യം കുണ്ടിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. പേരെന്ന് പറയാമോ? നിത്യൻ. ചേട്ടൻ്റെ പേരോ? ലിനി. നമ്മളെല്ലാ വർഷവും വരുന്നവരാണോ? അപ്പോൾ നമ്മളെല്ലാ വർഷവും വരുന്നവരാണ്. അപ്പോൾ ഇവിടെ വന്നു, നല്ല ഭഗവതിയെ തൊഴുതു. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ദീപാരാധനയും അതിനു മുൻപുള്ള തമ്പുരാട്ടിത്തിറയും കഴിഞ്ഞിട്ടേ പോവുകയുള്ളൂ അല്ലേ? മുടിവെച്ച് കാണുക, അതാണ് നമ്മുടെ ഒരു ഇവിടെ വന്നതിൻ്റെ പ്രധാനപ്പെട്ട ആഗ്രഹം അല്ലേ? അത് സബലീകരിക്കുക എന്നുള്ളതാണ്. നമസ്കാരം. ന്യൂസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? പുറമേനിയുടെ അടുത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലം പാനൂരാണ്. പാനൂര്, വടകര, ആ പ്രദേശം, നാദാപുരം. അത്രയും ദൂരത്തു നിന്നാണ്. അപ്പോൾ രാവിലെ ഇവിടെ എത്തിയോ? രാവിലെ ഇന്നലെ വന്നു. മഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇന്നലെയൊക്കെ. അതൊക്കെ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്തു, ഭഗവതീനെ തൊഴുതു അല്ലേ? ബാക്കി എന്താണ് അമ്മയുടെ വരുന്നത്? അപ്പൊ ഇവിടെ വരണം എന്നുള്ളത് ഒരാഗ്രഹം തന്നെയാണ്. അതിപ്പോ നടത്തി. അമ്മ മരിച്ച ദിവസം നമ്മൾ മുണ്ടയാമ്പറമ്പ് ക്ഷേത്രത്തെ കുറിച്ച് ചേട്ടൻ ആദ്യമായിട്ട് വരുന്നതാണോ? കൊല്ലങ്ങളായിട്ട്. അപ്പൊ എന്താണെന്ന് പറയാനുള്ളത്? ഭയങ്കര ഐതിഹ്യമാണ്. ഇവിടെ പണ്ട് മുതലേ, ചെറുപ്പം മുതലേ വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കൂടുതൽ കഴിവുള്ള ഒരാളാണ്. നല്ലൊരു ഇതാണ്. എത്രയോ പുരോഗമനം. അപ്പൊ ഭാഷയിൽ നല്ല വ്യത്യാസമുണ്ട്. ഈ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് ബാക്കിയുള്ള ഭക്ഷണമില്ല, അത് നമ്മളെ വീട്ടിൽ കൊണ്ടുപോകാൻ വരുന്നത് അവർക്ക് കൊടുക്കും. അതാണ് നമ്മളെ ജീവിതം. ആൾ ഇവിടെ വെച്ച് ഇവിടുന്ന് കഴിക്കും, ഇവിടുന്ന് കഴിക്കും. അപ്പോൾ ഇവിടെ ഭക്ഷണം കിട്ടാതെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറഞ്ഞ അപ്പത്തായിരുന്നു. ഇപ്രാവശ്യം ബ്ലോക്കായിരുന്നത് ഇവിടെയായിരുന്നു. വളിത്തോട് അവാഴാതെ കുഞ്ഞങ്കാലത്ത് ആ സമയത്ത്. ഇപ്പോൾ പിന്നെ ഒരു 5-8 വർഷമായി വീട്ടിലോട്ടല്ലേ. ഇത് 50-ന് മുമ്പ് വർഷം ഇവിടെ തന്നെ. ഇത് ഭയങ്കര സപ്പോർട്ടാണ് ഈ പ്രദേശത്ത്. ഇങ്ങനെ ഒരു കേസ് ഇവിടെ കെട്ടി ഒരു കച്ചറുണ്ട്. നല്ലൊരു എല്ലാ വർഷവും കാഞ്ഞിരോട്ട് തെരുവത്തുനിന്ന്. പിന്നെയോ അമ്മയോ? എല്ലാവരും ആ പ്രദേശത്തുള്ളവരാണ്. അവിടെ നമുക്ക് അമ്പലമൊക്കെ ഉണ്ടല്ലേ? ആ അമ്പലത്തിൻ്റെ കീഴിലുള്ള അവിടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് വന്നത് ഇവിടെ? രാവിലെ വന്നു. നല്ല ഭയങ്കര തിരക്കായിരുന്നു അല്ലേ? ഇപ്പോൾ ചടങ്ങുകളെല്ലാം നടത്തി, കോഴിയറവൊക്കെ നടത്തി. അപ്പോൾ അത് ഭക്ഷണമൊക്കെ വെച്ചോ? കഴിച്ചു? എല്ലാം കഴിഞ്ഞു? എല്ലാം ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അല്ലേ? ഭക്ഷണം ആയി. അപ്പോൾ അതിൻ്റെ ബാക്കി ചടങ്ങുകൾ നടക്കുന്നു. അപ്പോൾ എന്താണ്, നമുക്ക് എല്ലാ വർഷവും വരാറുണ്ടോ? കൂടുതൽ വർഷം വന്നവരൊക്കെ ഉണ്ടോ? 5-6 വർഷമൊക്കെ അടുപ്പിച്ച് വന്നവരുണ്ടോ? ഉണ്ട്. കുറേ വർഷമായി. എല്ലാം ഇതേ ഈ സമയത്ത് നമ്മളിവിടെ എത്തിപ്പെടും അല്ലേ? അമ്മയുടെ തിരുസന്നിധിയിൽ വരിക എന്നുള്ള പ്രധാനപ്പെട്ട അല്ലേ കാര്യം അല്ലേ? പിന്നെന്താണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ